നമ്മളിന്ന് പോകുന്നത് എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. ഞാനിവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും ടെമ്പിൾസ് വിസിറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്കിങ്ങനെ തോന്നി കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ പോകും കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്നലെ ഒരു പുലർച്ചെ 1 മണിയൊക്കെ ആയപ്പോഴാണ് എനിക്കിങ്ങനെ അമ്പലം പോകണം എന്നൊക്കെ തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി എവിടെയാണ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അങ്ങനെയാണ് ഞാനിത് കണ്ടുപിടിക്കണേ. അപ്പോൾ ഇത് എടപ്പള്ളി നഗരത്തോട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്. ശരിക്കും അതിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ അമ്പലം വരുന്നത്. പക്ഷെ അതിൻ്റേതായിട്ടുള്ളൊരു തിരക്കോ ബഹളമോ ഒന്നും തന്നെ നമുക്ക് അവിടെ ഉണ്ടാവില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ നന്നായിട്ട് തൊഴാനും ഒക്കെ പറ്റും കേട്ടോ. ഇവിടുത്തെ പ്രധാന വഴിപാട്, ഇവിടുത്തെ പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ് കേട്ടോ. പക്ഷെ ആ ഉണ്ണിയപ്പം നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് അത് കഴിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇവിടെ ദേ ഇതുപോലെ ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവരെ ഫീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എൻ്റെ കയ്യിൽ അരിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ വന്ന ഒരു ആൻറ്റിയുടെ നിന്ന് എനിക്ക് കുറച്ച് അരി തന്നു കേട്ടോ. അപ്പം ഞാനും ഇവർക്ക് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലൊരു രസമായിരുന്നു. നല്ല ആംബിയൻസ് ആണ് അവിടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്രയും നല്ല രസമുള്ള, നമുക്ക് അമ്പലത്തിനേക്കാളുപരി ഭയങ്കര പോസിറ്റീവ് വൈബ് നമുക്കവിടെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണേ.